ഫോറവർ ലിവിങ് പ്രോഡക്ട്സ് വളരെ സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ജീവിതത്തിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ലെവലിലേക്ക് എത്താൻ സാധ്യമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് ലോകം മുഴുവനും നിരവധി, അതായത് ലക്ഷക്കണക്കിന് ആളുകളുടെ ലൈഫിലാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഫോറവർ ലിവിങ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ $1 ബില്യൺ ഡയറക്ട് സെയിൽസ് കമ്പനിയാണ്. അതോടൊപ്പം തന്നെ അലോവേര പ്രൊഡക്ട്സിന്റെ അല്ലെങ്കിൽ അലോ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സിന്റെ ലോകത്തിലെ ഏറ്റവും നമ്പർ 1 കമ്പനിയാണ്. നമ്പർ 1 അലോവേര കമ്പനി എന്നാണ് ഫോറവർ അറിയപ്പെടുന്നത്. അലോവേരയുടെ കൾട്ടിവേഷൻ ആണെങ്കിലും മാനുഫാക്ചറിങ് ആണെങ്കിലും അതൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇന്ന് ഗ്ലോബലി നോക്കുകയാണെങ്കിൽ കൊമേഴ്സ്യലി അലോവേരയുടെ കൾട്ടിവേഷന്റെ ഗ്ലോബലി മൊത്തത്തിലുള്ള കൾട്ടിവേഷന്റെ മോർ ദാൻ 60% കൾട്ടിവേഷൻ ഫോറവറിന്റെ കയ്യിലാണ്. അതായത് 7500 ഏക്കർ സ്ഥലത്താണ് ഇതിന്റെ കൾട്ടിവേഷൻ. ടെക്സാസിലും ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലും ആയിട്ടാണ് ഇതിന്റെ കൾട്ടിവേഷൻ. ഇന്ന് ലോകത്തെമ്പാട് നോക്കുകയാണെങ്കിൽ 140 രാജ്യങ്ങളിൽ ഫോറവർ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാം തന്നെയുള്ള FBOs, അതായത് ഫോറവർ ബിസിനസ് ഓണേഴ്സ്, ഈ ഉൽപ്പന്നങ്ങൾ, ഫോറവറിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ അത് വളരെ എൻജോയ് ചെയ്യും. അതോടൊപ്പം തന്നെ അവരത് ഈ പ്രോഡക്ട്സിനെ പറ്റിയും ഈ ഓപ്പർച്യൂണിറ്റി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നതിലൂടെ അവരുടെ ഓൺ ബിസിനസ് ബിൽഡ് ചെയ്യും. വളരെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് ഫോറവറിന്റെ ഒരു, നമ്മൾ പറയുവാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് പറയുവാണെങ്കിൽ ആ കമ്പനി മാത്രമല്ല ഇതിൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരും വളരെ സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളതാണ്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. 1978 ഫോറവർ ലിവിങ് പ്രോഡക്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മിസ്റ്റർ റെക്സ് മോഗൻ എന്ന് പറയുന്ന ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റിയാണ്. ഈ പിക്ചറിൽ കാണുന്ന വ്യക്തിയാണ്. അദ്ദേഹം വളരെ ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് പേഴ്സൺ ആണ്. റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെന്റ് ആ ഒരു മേഖലയിലാണ് അദ്ദേഹം വളരെ വേൾഡ് വൈഡ് വലിയ രീതിയിൽ ബിസിനസ് ചെയ്യുകയും സക്സസ്ഫുൾ ആവുകയും ചെയ്തൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടായ ഒരു ആശയമാണ് ഫോറവർ ലിവിങ് പ്രോഡക്ട്സ് 1978 തുടങ്ങുന്നത്. അതെന്താണെന്ന് വെച്ചാൽ അദ്ദേഹം എമ്പാട് യാത്ര ചെയ്യുന്ന സമയങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിന് മനസ്സിലായ ഒരു കാര്യം, മനുഷ്യരെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്താണെന്ന് നോക്കിയാൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിലും സാമ്പത്തികപരമായിട്ടുള്ള കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ചലഞ്ചസ്. അതിന് ഒരു സൊല്യൂഷൻ എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഫോറവർ ലിവിങ് പ്രോഡക്ട്സ് 1978 മെയ് 13 അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഒരു 43 പേരുടെ ഒരു മീറ്റിംഗ് ആണ് അന്ന് നടന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡലാണ് അദ്ദേഹം അവിടെ അവതരിപ്പിച്ചത്. ഏറ്റവും പ്രകൃതിയിൽ നിന്നുള്ള ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ്, നാച്ചുറൽ ആയിട്ടുള്ള ക്വാളിറ്റി പ്രോഡക്ട്സ്, അതിനോടൊപ്പം സയൻസിന്റെ ബാക്കപ്പും എല്ലാം ഉള്ള ഉൽപ്പന്നങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും. അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിൽ, അതായത് ഓരോ കൺസ്യൂമർക്കും പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതും ജസ്റ്റ് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, വളരെ അഭിമാനത്തോടു കൂടി ഇത് ഷെയർ ചെയ്യുന്നതിലൂടെ നമുക്ക് ഏതൊരു മേഖലയിലും ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അഭിമാനത്തോടെ ചെയ്യാൻ പറ്റുക, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് സാധാരണ ബിസിനസ്സുകളിൽ അങ്ങനെ കാണാറില്ല. ഞാനൊരു ബിസിനസ് മേഖലയിൽ 10-40 വർഷത്തിലധികമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്, മാർക്കറ്റിങ്ങും ഓൺ ബിസിനസ്സും ഒക്കെ ആയിട്ട്. അപ്പൊ ഇത് വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഓരോ വ്യക്തികൾക്കും അവരുടേതായ ബാക്ക്ഗ്രൗണ്ട്, അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടാണ്. ഇപ്പോൾ ജോലിയുള്ളവരുണ്ടാവും, ബിസിനസ്സുകാരുണ്ടാവും, ജോലി അന്വേഷിക്കുന്നവരുണ്ടാവും, സ്റ്റുഡൻസ് ഉണ്ടാവും, ഹൗസ് വൈഫ്സ് ഉണ്ടാവും, റിട്ടയർ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഏത് മേഖലയിൽ നിന്നുള്ള വ്യക്തികൾക്ക് അവരുടേതായ വ്യക്തിപരമായ അല്ലെങ്കിൽ അവരുടേതായ പേഴ്സണൽ വേയിലൂടെ ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എല്ലാവരും ഒരേപോലെ അല്ല, ഓരോരുത്തരുടെ സാഹചര്യങ്ങളിൽ വ്യത്യസ്തമാണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് അവർക്ക് ഇത് സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഫോറവർ തരുന്നത്. വളരെ ചെറിയ രീതിയിലാണ് ഫോറവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് വളരെയധികം രാജ്യങ്ങളിലേക്ക് ഈ ബിസിനസ് എക്സ്പാൻഡ് ചെയ്തു.
അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് അടുത്ത സ്ലൈഡിൽ വരുന്നത്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നോക്കുവാണെങ്കിൽ കമ്പനിയുടെ ഇന്റർനാഷണൽ ഹെഡ് ക്വാർട്ടേഴ്സ് സ്കോട്ടയിൽ, അരിസോണ, US അമേരിക്കയിൽ അരിസോണയിലാണ് കമ്പനിയുടെ ഹെഡ് ക്വാർട്ടർ ഉള്ളത്. ഇതൊരു വെർട്ടിക്കലി ഇന്റഗ്രേറ്റഡ് ആൻഡ് ഡെറ്റ് ഫ്രീ കമ്പനിയാണ്. എന്താണ് വെർട്ടിക്കലി ഇന്റഗ്രേറ്റഡ്? വെർട്ടിക്കലി ഇന്റഗ്രേറ്റഡ് എന്ന് പറയുന്നത് അലോവേരയുടെ കൾട്ടിവേഷൻ മുതൽ അതിന്റെ മാനുഫാക്ചറിങ്, പ്രോസസ്സിങ്, പാക്കിംഗ്, ഡിസ്ട്രിബ്യൂഷൻ എല്ലാം, അതായത് കസ്റ്റമറുടെ അടുത്ത് പ്രൊഡക്റ്റ് എത്തുന്നത് വരെയുള്ള ആ കംപ്ലീറ്റ് പ്രോസസ്സും കമ്പനി ഡയറക്ട്ലി ചെയ്യുന്നു. തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് ഒരു മേഖലയിലും ഇല്ല. ക്യാഷ് റിച്ച് കമ്പനിയാണ്, യാതൊരു ലയബിലിറ്റി ഇല്ലാത്ത കമ്പനിയാണ്. 140ലധികം രാജ്യങ്ങളാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആ രാജ്യങ്ങളിലെല്ലാം തന്നെ കമ്പനിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഓൺ ബിൽഡിങ്ങിലാണെന്നുള്ളതാണ്. അപ്പൊ എത്രത്തോളം സ്ട്രോങ് ആണ് കമ്പനി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ത്യയിൽ ഫോർവർ സ്റ്റാർട്ട് ചെയ്യുന്നത് 2000-ലാണ്. കമ്പനിയുടെ ഇന്ത്യയിലെ ഹെഡ് ക്വാർട്ടർ എന്ന് പറയുന്നത് മുംബൈയിൽ ബാന്ദ്ര വെസ്റ്റ്. ഷാരൂഖ് ഖാനും അമിതാഭ് ബച്ചനൊക്കെ താമസിക്കുന്ന പോഷ് ഏരിയയിലാണ്. 4 നില ബിൽഡിംഗ് ആണ്, ഓൺ ബിൽഡിംഗ്. പിന്നെ അത് കൂടാതെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് ടോട്ടൽ 20 ഓഫീസസ് ആണുള്ളത്. ഇപ്പോൾ കേരളത്തിൽ നോക്കുവാണെങ്കിൽ എറണാകുളത്ത് വൈറ്റിലയിലാണ് കമ്പനിയുടെ ഓഫീസ്. 3150 സ്ക്വയർ ഫീറ്റിന്റെ ഒരു ഓഫീസാണ്. അവിടെ നിന്നാണ് ഉൽപ്പന്നങ്ങളെല്ലാം കൊറിയറിൽ ഓർഡർ ചെയ്യുന്ന ആളുകൾക്ക് അവരുടേതായ, അതായത് കേരളത്തിലെ ഉള്ള ഓർഡേഴ്സ് എല്ലാം അവിടെ നിന്നാണ് പോകുന്നത്. ഡയറക്റ്റ്ലി നമുക്ക് അവിടെ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിക്കാനും പറ്റും. അവിടെ കൗണ്ടർ ഉണ്ട്. ഈ ഓഫീസ് നമുക്ക് നമ്മുടെ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. നമ്മുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, അല്ലെങ്കിൽ നമ്മുടെ പ്രോസ്പെക്ട്സ്, അങ്ങനെയുള്ള ആളുകളെയൊക്കെ നമുക്ക് അവിടേക്ക് ഇൻവൈറ്റ് ചെയ്യുകയും, അവിടെ എല്ലാം വളരെ AC ഓഫീസാണ്, എല്ലാ സൗകര്യങ്ങളും അവിടെയുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് 1 രൂപ പോലും ചെലവില്ലാതെ, അതായത് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പൈസ പോലും മുടക്കാതെ നമുക്കതൊക്കെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. അവിടെ ട്രെയിനിങ് ഹാൾ ഉണ്ട്. ഈ ട്രെയിനിങ് ഹാളിലൊക്കെ നമുക്ക് നമ്മളുടേതായ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്യാനും അതോടൊപ്പം തന്നെ നമുക്ക് കണ്ടക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്. ഞാനിത് പറയുന്നത് എറണാകുളത്ത് മാത്രമല്ല, ലോകം മുഴുവനും ഈ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ദുബായിൽ പോകുന്നു, ദുബായിൽ നിങ്ങൾക്ക് അവിടെ ഈ ഫെസിലിറ്റീസ് ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഓസ്ട്രേലിയ പോകുന്നു, ഏത് രാജ്യത്ത് പോയാലും ഫോറവറിൽ മെമ്പർ ആയിട്ടുള്ള വ്യക്തിയെ സംബന്ധിച്ച് ആ എൻട്രി, അവിടെ കയറുന്ന സ്ഥലത്ത് ഒരു രജിസ്റ്റർ ഉണ്ടാവും. അവിടെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ ആ ഒരു FBO ID നമ്പർ ഉണ്ടാവും. 12 ഡിജിറ്റ് ID നമ്പറാണ്. വളരെ യുണീക്ക് ആയിട്ടുള്ള ID നമ്പറാണ്, ഗ്ലോബൽ ID ആണ്. ഈ ID നമ്പർ അവിടെ കൊടുത്ത് നമുക്ക് സൈൻ ചെയ്ത് അവിടെ കയറി നമുക്ക് ആ ഒരു മോർണിംഗ് ടു ഈവനിങ്, ഇപ്പോൾ എറണാകുളത്തെ ഓഫീസ് നോക്കുകയാണെങ്കിൽ 10:30 to 7:30 വരെയാണ് ഓഫീസ് ടൈം. വെഡ്നസ്ഡേ അവധിയാണ്, സൺഡേ വർക്കിംഗ് ആണ്. അപ്പൊ ഇത് നമുക്ക് എവിടെയും ഓരോ സ്ഥലങ്ങളിൽ നമുക്ക് ഇതേപോലെ പ്രയോജനപ്പെടുത്താൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഫോർവറിൽ നമ്മൾ ജസ്റ്റ് ഫ്രീ മെമ്പർഷിപ്പിൽ ഇത്രയും രാജ്യങ്ങളിൽ നമുക്ക് റിയലി പറയുവാണെങ്കിൽ നമ്മുടെ ഓൺ ഓഫീസായിട്ട് നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ചെറിയ കാര്യമല്ലത്. അതിനുവേണ്ടി ഒരു രൂപ ഫീയോ കാര്യങ്ങളൊന്നുമില്ല. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മാനേജ്മെന്റ് ആണ്. അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഓൾറെഡി ബിൽഡഡ് ആണ്. ഈ 140+ കൺട്രീസിൽ ബിൽഡഡ് ആണ്. ഇത് നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. കമ്പനി ഫെസിലിറ്റീസ് തരുന്നുണ്ട്, അത് നമ്മൾ പ്രയോജനപ്പെടുത്തുമ്പോഴാണ് നമുക്ക് അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നത്, അല്ലേ? കഴിഞ്ഞ 47 വർഷമായിട്ട് അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് ഫോർവറിനുള്ളത്. പല രീതിയിലുള്ള റിസപ്ഷനും കാര്യങ്ങളൊക്കെ ലോകത്ത് നടന്ന സമയത്ത് ഫോർവറിന് ഒരു സ്റ്റഡി ഗ്രോത്ത് ആണ്. ഫോർവർ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണെന്ന് പറഞ്ഞല്ലോ. വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷന്റെ ഒരു പ്രൗഡ് മെമ്പർ ആണ് ഫോർവർ. അതിന്റെ തന്നെ ഇന്ത്യയിൽ IDSA, ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷനിലും ഫോർവർ ഒരു മെമ്പറാണ്. ഇതെല്ലാം എന്താണെന്ന് വെച്ചാൽ ഡയറക്ട് സെല്ലിംഗ് ബിസിനസിനെ കറക്റ്റ് മാനറിൽ, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ, ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് എന്ന് പറയുന്നത് അത് വരുന്ന കൺസ്യൂമർക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കണം, അവർക്ക് ക്വാളിറ്റി പ്രോഡക്റ്റ് ഉണ്ടാവണം, അതിന്റെ സർവീസ് പ്രവർത്തിക്കുന്നവർക്കും എല്ലാം അതിനനുസരിച്ചുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതിന്റെ ബോണസ്, അതിന്റെ ഇൻസെന്റീവ്സ്, കാര്യങ്ങൾ. അപ്പൊ ഇതിനെല്ലാം ശരിയായ രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് ഒരു ഗൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനെ കൺട്രോൾ ചെയ്യുന്നതെന്ന് തന്നെ പറയാം, ആ രീതിയിലുള്ള ഒരു ഓർഗനൈസേഷനാണ് വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ. അതിന്റെ ഒരു പ്രൗഡ് മെമ്പറാണ് ഫോർവർ. അപ്പൊ ഇത് ലോകത്തെ ഏറ്റവും വലിയ അലോവേര കമ്പനിയുടെ ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും.
ഈ അലോവേര ഇത്രത്തോളം ഇമ്പോർട്ടന്റ് ആണോ, അല്ലെങ്കിൽ നമുക്കിത്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു മാർക്കറ്റ് പൊട്ടൻഷ്യൽ എന്തോരം ഉണ്ട്, ഇതൊക്കെ നമ്മൾ എന്തായാലും ഒരു ബിസിനസ്സിൽ ഏർപ്പെടുമ്പോൾ അതിന്റെ ഉൽപ്പന്നങ്ങളുടെ ഒരു സാധ്യതകൾ നോക്കണമല്ലോ, അല്ലേ? നമുക്ക് ആ ഒരു നമ്മൾ ഇൻവോൾവ് ചെയ്യുന്ന അതിൽ നമ്മൾ ആ ഒരു ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അതൊരു ബിസിനസ് ആയിട്ട് എടുക്കുമ്പോൾ ആ ഉൽപ്പന്നങ്ങൾക്ക് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എന്താണ് ആവശ്യകത ഉണ്ടോ, അല്ലെങ്കിൽ വെറുതെ ഒരു മാർക്കറ്റും ഇല്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ സമയം കളയണോ, ചിന്തിക്കാവുന്നതാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അലോവേര എന്താണെന്നുള്ളത്. നമ്മൾ അലോവേര എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കറ്റാർ വാഴ നമ്മൾ വളരെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കറ്റാർ വാഴ അറിയാത്ത ആളുകളെ ഉണ്ടാവില്ല. അലോവേരയെ പറ്റി പറയുമ്പോൾ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ അറിയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. 5000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മനുഷ്യരെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും എല്ലാം ഉപയോഗിച്ച് വരുന്ന ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ്. വളരെ ട്രെമൻഡസ് ആയിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് നമുക്ക് ആന്തരികമായിട്ടും ബാഹ്യമായിട്ടും തരുന്ന ഒരു മിറാക്കിൾ പ്ലാന്റ് ആണ്. ഹിസ്റ്ററിയിൽ നോക്കിക്കഴിഞ്ഞാൽ നിരവധി കാര്യങ്ങളാണ് അലോവേരയെ പറ്റി. ഇപ്പോൾ ഖുറാനിലാണെങ്കിലും ബൈബിളിലാണെങ്കിലും അതേപോലെ തന്നെ രാമായണത്തിലാണെങ്കിലും അങ്ങനെയുള്ള എല്ലാ മഹത് ഗ്രന്ഥങ്ങളിലും അലോവേരയെ പറ്റി പരാമർശിക്കുന്നുണ്ട്. ക്ലിയോപാട്ര അവരുടെ സൗന്ദര്യത്തിന് ഡെയിലി അലോവേര ഉപയോഗിച്ചതായിട്ട് ഹിസ്റ്ററിയിലുണ്ട്. അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഒരു യുദ്ധം തന്നെ അലോവേരയ്ക്ക് വേണ്ടി BC 333 നടത്തിയതായിട്ട്, ഇതെല്ലാം ചരിത്രത്തിലുള്ള കാര്യങ്ങളാണ്. അതേപോലെ തന്നെ നമ്മുടെ രാഷ്ട്രപിതാവ് അദ്ദേഹത്തിന്റെ നീണ്ട ഉപവാസ സമയങ്ങളിൽ എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ 3 കാര്യങ്ങളാണ്. ഒന്ന്, ഈശ്വരനിലുള്ള അചഞ്ചലമായ വിശ്വാസം. 2, ലളിതമായ ജീവിതശൈലി. 3, ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് അദ്ദേഹം മനസ്സിലാക്കിയ കറ്റാർ വാഴയുടെ ഗുണങ്ങൾ എന്നാണ്. ഇതൊക്കെ ഫോറവർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ്. ഫോറവർ ജസ്റ്റ് 47 വർഷം കഴിഞ്ഞിട്ടുള്ളൂ. കൊളംബസ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് അലോവേര എല്ലാ അസുഖങ്ങളെയും ക്യൂർ ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് വളരെ കാര്യങ്ങളാണ് അലോവേരയെ പറ്റി. നമ്മൾ മഹത് ഗ്രന്ഥങ്ങൾ ബൈബിളിലൊക്കെ നോക്കുകയാണെങ്കിൽ ജോൺ 19:39 സംഖ്യയുടെ പുസ്തകത്തിലും എല്ലാം ഇതിനെപ്പറ്റി ദൈവം നട്ട സസ്യം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിന്റെ ഒരു മഹത്വം എത്രത്തോളം ഉണ്ട്. ഇപ്പോഴല്ല, വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അലോവേര മനുഷ്യരെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും എല്ലാം ഉപയോഗിച്ചു വരുന്നതാണ്. അപ്പൊ ഇപ്പോ അലോവേര നമ്മൾ ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? അലോവേര ഉപയോഗിക്കുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡൈജസ്റ്റീവ് ഹെൽത്തിനെ സംബന്ധിച്ച് വളരെ നല്ലതാണ് അലോവേര ഉപയോഗിക്കുന്നത്. ഇത് ഡൈജസ്റ്റീവ് ഡിസോർഡർ എന്ന് പറയുന്നത് വളരെ കോമൺ ആണ്. എന്തൊക്കെയാണ് ഡൈജസ്റ്റീവ് ഡിസോർഡർ നോക്കിയാൽ? നെഞ്ചരിച്ചില്, കുളിച്ചുകയറ്റല്, ദഹനക്കുറവ്, ഗ്യാസ്ട്രിക് പ്രോബ്ലങ്ങള്, പൈൽസ്, അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ്. ഇന്ന് ആയുർവേദത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, കുടൽ നന്നായാൽ ഉടൽ നന്നായത്. കുടലിൽ നിന്നാണ് എല്ലാ അസുഖങ്ങളും, 90% അസുഖങ്ങളും തുടങ്ങുന്നത് എവിടെ നിന്നാണ്? കുടലിൽ നിന്നാണ്. നമ്മൾ ഇന്ന് കഴിക്കുന്ന ആഹാരത്തിലൂടെയും ശ്വസിക്കുന്ന വായുവിലൂടെയും കുടിക്കുന്ന വെള്ളത്തിലൂടെയും മറ്റുള്ള പല രീതിയിലും പല ഇതില് കെമിക്കലായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നില്ലേ? സിന്തറ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് വരികയും അത് വലിയ രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മളുടെ പൂർവികരൊക്കെ വളരെ ആരോഗ്യത്തോടെയൊക്കെ ജീവിച്ചിരുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ അവര് നല്ല വായു ശ്വസിച്ചിരുന്നു, നല്ല വെള്ളം കുടിച്ചിരുന്നു, നല്ല ഭക്ഷണം കഴിച്ചിരുന്നു. നമ്മളിന്ന് നല്ല ഭക്ഷണം എന്നുള്ളത് അല്ല നമ്മൾ കഴിക്കുന്നത്, നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണമാണ് ഇപ്പോൾ കഴിക്കുന്നത്. നാക്കിന്റെ ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്തും കഴിക്കും. കാരണം അത് നമ്മുടെ ശരീരത്തിന് വേണ്ടതാണെന്നോ ആവശ്യമുള്ളതാണോ എന്നോ അതിന് ദോഷകരമായിട്ടുള്ളതാണോ എന്നുള്ളതും നമ്മൾ നോക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ആ ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്ന മാറ്റങ്ങളും ഉണ്ടാവും. അപ്പൊ അലോവേര ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളുടെ ഡൈജസ്റ്റീവ് ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യും. അതോടൊപ്പം തന്നെ ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശക്തി ഇന്ന് പൊതുവെ ആളുകൾക്ക് വളരെ കുറവാണ്. അപ്പൊ രോഗപ്രതിരോധ ശക്തി നമുക്ക് നല്ല രീതിയിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അലോവേര ഉപയോഗിക്കുന്നത്, റെഗുലർ ആയിട്ട് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് നല്ല ഇമ്മ്യൂണിറ്റിക്ക് വളരെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ്. പിന്നെ അത് കൂടാതെ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ ശരിയായ രീതിയിൽ അതിന്റെ പോഷകങ്ങൾ അബ്സോർബ് ചെയ്യാനായിട്ടും നാച്ചുറൽ ആയിട്ടുള്ള എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്യാനും അലോവേര ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കും. അതായത് നമ്മുടെ ശരീരത്തിനെ ശുദ്ധീകരിക്കാനായിട്ടുള്ള ഒരു വർക്കാണ് ആദ്യം ചെയ്യുന്നത്. ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയും.
അലോവേര ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിനെ ശുദ്ധീകരിക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ശരീരത്തിന് പുറമെ നമ്മൾ കുളിക്കാറുണ്ട്, കാലത്തും വൈകിട്ടും എല്ലാം കുളിക്കും, ഉള്ളിൽ ക്ലീനിങ് ഒന്നും നടക്കുന്നില്ല. അലോവേര ഉപയോഗിക്കുമ്പോൾ ഉള്ളിലുള്ള, അതായത് നമ്മുടെ മെയിൻലി നമ്മളുടെ ഓരോ സെല്ലിലും അടിഞ്ഞുകൂടിയിട്ടുള്ള ടോക്സിൻസിനെ ക്ലിയർ ചെയ്യാൻ അല്ലെങ്കിൽ ഡിറ്റോക്സിഫൈ ചെയ്യാനായിട്ട് അലോവേര ഹെൽപ്പ് ചെയ്യും. രണ്ടാമത് നമ്മളുടെ ബോഡിയുടെ ആ ഒരു ഹീലിംഗ് പവറിനെ എൻഹാൻസ് ചെയ്യും. പിന്നെ അതുകൂടാതെ നറീഷ് ചെയ്യും. ഇതിൽ അലോവേരയിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ, വൈറ്റമിൻസ്, മിനറൽസ്, എൻസൈംസ് ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന പോഷകാഹാര കുറവിനെ പരിഹരിക്കാനും നറീഷ് ചെയ്യാനും അതുപോലെ തന്നെ ബോഡിയുടെ ഹീലിംഗ് പവറിനെ എൻഹാൻസ് ചെയ്യാനും സെൽ റീജനറേഷൻ നന്നായിട്ട് നടത്തുന്നതിനും, അതായത് കോശങ്ങളുടെ പുനരുജ്ജീവനം നന്നായിട്ട് നടക്കാനും അലോവേര ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കും. അപ്പോൾ ഒരു പ്രായാധിക്യത്തെ കുറയ്ക്കാനെല്ലാം അലോവേര നല്ലതാണ്. സ്കിന്നിന്റെ ഹെൽത്തിനെ സംബന്ധിച്ചും ബാഹ്യമായിട്ട് നോക്കുകയാണെങ്കിൽ സ്കിന്നിനെ നല്ല മോയ്സ്ചറൈസ് ചെയ്യാനും കണ്ടീഷൻ ചെയ്യാനും നല്ല ഹെൽത്തി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കിൻ മെയിൻറ്റെയിൻ ചെയ്യാനും പ്രായാധിക്യത്തെ കുറയ്ക്കാനൊക്കെ അലോവേര ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുന്നുള്ളതാണ്. അപ്പം അലോവേര വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഴകും ആരോഗ്യം തരും കറ്റാർവാഴ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളിൽ വായിച്ചതാണത്. അത് ഞാൻ 2012 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വനിതയിൽ വന്ന ഒരു ആർട്ടിക്കിളാണ്. എൻ്റെ ഹെഡിങ് ഇതാണ്: അഴകും ആരോഗ്യം തരും കറ്റാർവാഴ. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ലൈഫിലെ ഒരു വലിയ അറിവാണ്. അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്താൽ നമ്മൾ എൻ്റയർ ഫാമിലിയിൽ ഒരു കുറെ ഹെൽത്ത് വൈസ് നമ്മൾ വളരെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിന്റെ ബെനിഫിറ്റ്സ് നിരവധി ബെനിഫിറ്റ്സ് ആണ്. അതിൽ ഇമ്മ്യൂൺ ഫങ്ഷനും ഷൈനി ഗ്ലോയിങ് സ്കിന്നിനും ഹെയറിനും നെയിലിനും ഡൈജസ്റ്റീവ് ഹെൽത്തിനും എല്ലാം ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈൻ ഹെൽത്തിനൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അത് മാത്രമല്ല നമ്മുടെ ഒരു ജനറൽ വെൽബീയിങ് എല്ലാവർക്കും, കൊച്ചുകുട്ടികൾ മുതൽ വളരെ ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് എല്ലാവർക്കും തന്നെ ഇത് ഉപയോഗിക്കാനും യാതൊരു സൈഡ് എഫക്ട്സും ഇല്ലാത്തുള്ളതാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അലോവേര, നമ്മളിവിടെ കാണുന്ന അലോവേരയും ഫോറവറിന്റെ അലോവേരയും തമ്മിലൊക്കെ വളരെ വ്യത്യാസമുണ്ട്. 400-ലധികം സ്പീഷീസ് ആണ് അലോവേര ഇതുവരെയും ലോകത്ത് കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ ഏറ്റവും തെറാപ്പറ്റിക് വാല്യൂ ഉള്ള, ഔഷധ ഗുണമുള്ള അലോവേരയാണ് അലോ ബാർബഡൻസിസ് മില്ലർ എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ യെല്ലോ ഫ്ലവർ ഉണ്ടാവുന്ന അലോവേരയാണ്. ഒരു ലീഫ് തന്നെ 1.5 മുതൽ 2 കിലോ വരെയൊക്കെ വെയിറ്റ് വരും. അതിന്റെ പൾപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന അലോവേര ഉപയോഗിച്ചാൽ നമുക്ക് സാധാരണയൊക്കെ എന്ന് പറയും മുടിക്ക് നല്ലതാണ്, അല്ലെങ്കിൽ എണ്ണ കാച്ചാനോ അല്ലെങ്കിൽ പൊള്ളല്, മുറിവ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്. ശരിക്കും അകത്തേക്ക് കഴിക്കാവുന്ന തെറാപ്പറ്റിക് വാല്യൂ ഉള്ള ഏറ്റവും ഔഷധ ഗുണമുള്ള അലോവേരയാണ് ഫോറവർ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലോകം മുഴുവനും ഫോറവറിന്റെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നത്. അവിടെ അതിന്റെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്റെ കൾട്ടിവേഷനും എല്ലാം വളരെ ഓർഗാനിക്കലി ആണ് ചെയ്യുന്നത്. അതായത് യാതൊരുവിധ രാസവളങ്ങളോ കീടനാശിനികളോ അല്ലെങ്കിൽ കളനാശിനികളോ ഒന്നും, കെമിക്കലായിട്ടുള്ള ഒന്നും ചെയ്യാതെ വളരെ ഓർഗാനിക്കലി കൾട്ടിവേറ്റ് ചെയ്യുന്നു. അതിന്റെ എൻവയറമെന്റ് പോലും ക്ലീൻ ആയിട്ടുള്ള എൻവയറമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയും പ്യൂരിറ്റിയും ഉള്ള പ്രോഡക്റ്റുകളാണ് ഫോറവറിന്റെ. Quality products that are naturally derived and scientifically advanced. നിരവധി സർട്ടിഫിക്കേഷൻസ് ഫോറവറിന്റെ ഉൽപ്പന്നങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ ആണ് ഇന്റർനാഷണൽ അലോ സയൻസ് കൗൺസിലിന്റെ സർട്ടിഫിക്കേഷൻ. അതൊരു ക്വാളിറ്റി ഉള്ള അലോവേര, അല്ലെങ്കിൽ പ്യൂരിറ്റി, അതിന്റെ ക്വാണ്ടിറ്റി, ഇതിനൊക്കെ തരുന്ന ഒരു സർട്ടിഫിക്കേഷനാണ്. ഫോറവർ ഇന്ത്യയിൽ 2000 വന്നതിന് ശേഷം നിരവധി കമ്പനികൾ ഫോറവറിനെ കോപ്പി ചെയ്യുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. ഒരു ബിസിനസ് സക്സസ്ഫുൾ ആകുമ്പോൾ അതിനെ കോപ്പി ചെയ്യാനായിട്ട് നിരവധി കമ്പനികൾ വരും. പക്ഷെ അതിനൊന്നും ഈ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഒന്നും ഇല്ല എന്നുള്ളതാണ്. ഒന്ന്, അതിന്റെ സ്പീഷ്യസ് ഡിഫറെൻ്റ് ആണ്.
രണ്ട്, ഇതില് വളരെ ഔഷധ ഗുണമുള്ള ഒരു അലോവേര എന്ന് പറയുന്നത് സ്പീഷീസ് മാത്രമല്ല, അതിന്റെ ഒരു മെച്യൂരിറ്റിയും കൂടി വേണം. മെച്യൂർഡ് ആയിട്ടുള്ള അലോവേരയിലാണ് ഔഷധ ഗുണം ഏറ്റവും കൂടുതൽ. 2 വർഷത്തിന് മുകളിലെ പ്രായമുള്ള അലോവേരയിലാണ് അതിന്റെ ഔഷധ ഗുണം ഉള്ളത്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതിന്റെ ക്ലീൻ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിലാണ് അലോവേര കൾട്ടിവേറ്റ് ചെയ്യേണ്ടത്. കാരണം അല്ലെങ്കിൽ അത് പൊല്യൂഷൻ എന്തിനേയും അട്രാക്ട് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് അലോവേര. അപ്പോൾ പൊല്യൂട്ടഡ് ആയിട്ടുള്ള റീജിയനിൽ വളരുന്ന അലോവേരയിലാണെങ്കിൽ മീൻസ് ആ പൊല്യൂഷനും കൂടി വരും. അപ്പോൾ വളരെ ക്ലീൻ ആയിട്ടുള്ള എൻവയോൺമെന്റിലാണ് ഓർഗാനിക്കലി കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ പ്യൂരിറ്റി, ക്വാളിറ്റി, പൊട്ടൻഷ്യൽ എന്നൊക്കെ പറയുന്നത് വളരെ ഹൈ ആണ്. ഇനി അത് മാത്രമല്ല, ഇതിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഇത് പാറ്റന്റഡ് ആണ്. അലോവേരയുടെ ഒരു വളരെയധികം ഗുണങ്ങളുണ്ട്. ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ വലിയ ഗുണങ്ങളാണ്. പക്ഷെ അതിനുള്ളൊരു ദോഷം എന്താന്ന് വെച്ചാല്, ഇത് വളരെ പെട്ടെന്ന് ഓക്സിഡേഷൻ സംഭവിക്കുന്ന പ്ലാന്റ് ആണ്. ഓക്സിഡേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാലോ. ഇപ്പോ അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ വീട്ടിൽ ഒരു ആപ്പിള് എടുത്ത് കഴിക്കുന്നത്, പകുതി കഴിച്ചു, പകുതി ടേബിളിൽ വെച്ചിട്ട് നമ്മൾ കുറച്ച് മണിക്കൂറിന് ശേഷം നോക്കുമ്പോഴേക്കും അത് ബ്രൗണിഷ് കളറായി ഉണ്ടാവും. ഓക്സിഡേഷൻ സംഭവിക്കുന്നതാണ്. അലോവേരയുടെ കാര്യത്തിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് ഓക്സിഡേഷൻ സംഭവിക്കും. അതുകൊണ്ട് തന്നെ അലോവേര പ്ലാന്റിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ മാക്സിമം 6 hours കൺസ്യൂം ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു ബോട്ടിലാക്കി മാർക്കറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ വേറെ ഉണ്ട്. ഇപ്പൊ നമുക്കറിയാം എന്ത് സാധനം ബോട്ടിലാക്കി ഇന്ന് വിൽക്കുന്നുണ്ട്, പല സാധനങ്ങളും വിൽക്കുന്നുണ്ട്. പക്ഷെ അതിലെല്ലാം പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നുണ്ട്. അലോവേരയിൽ എന്താണുള്ള കുഴപ്പമെന്ന് വെച്ചാൽ, ഏത് പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്താലും അനുവദനീയമായിട്ടുള്ള അളവിലും അനുവദനീയമായിട്ടുള്ള പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുമ്പോഴും അവിടെ അത് മാച്ച് ആവില്ല. ഇത് വളരെയധികം കമ്പനികൾ ഇതിനു വേണ്ടി ശ്രമിച്ചിട്ട് ഫെയിലിയർ ആയതാണ്. കാരണം ഗുണത്തെക്കാളേറെ ദോഷമാവും. 1964 4 അമേരിക്കൻ സയന്റിസ്റ്റ് ആണ് ഇത് അലോവേര യാതൊരുവിധ സിന്തറ്റിക് ആയിട്ടുള്ള ഒന്നും ആഡ് ചെയ്യാതെ അതിന്റെ ഫ്രഷ്നെസ് സ്റ്റോക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം കണ്ടുപിടിക്കുകയും ഫോറെവർ അത് പാറ്റന്റ് ചെയ്യുകയും ചെയ്തതാണ് വേൾഡിലെ നമ്പർ 1 അലോവേര കമ്പനിയായിട്ട് മാറിയത്. 4 കാര്യങ്ങളാണ്. ഒന്ന് അതിന്റെ സ്പീഷ്യസ്, 2 മെച്യൂരിറ്റി ഫാക്ടർ, മൂന്നാമത്തത് എൻവയോൺമെന്റൽ ഫാക്ടർ, നാലാമത്തത് അതിന്റെ സ്റ്റെബിലൈസേഷൻ. ഈ 4 കാര്യങ്ങൾ. അപ്പൊ ഇന്ന് ഫോറെവറിനെ കോമ്പറ്റ് ചെയ്യാനായിട്ട് ഒരു കമ്പനി പോലും ഈ അലോവേര, നിരവധി കമ്പനികളുണ്ട്, ആയിരക്കണക്കിന് കമ്പനികൾ വേൾഡ് വൈഡ് ഉണ്ട് അലോവേര പ്രോഡക്ട്സ് മാർക്കറ്റ് ചെയ്യുന്നത്. പക്ഷെ ഗ്ലോബലി മൊത്തം നടക്കുന്ന അലോവേരയുടെ ടേൺ ഓവറിന്റെ മോർ ദാൻ 80% ഫോറെവറിന്റെ കയ്യിലാണ്. അതിന്റെ കാരണം അതിന്റെ ക്വാളിറ്റി, പ്യൂരിറ്റി, പൊട്ടൻഷ്യൽ. ക്രൂവൽറ്റി ഫ്രീ സർട്ടിഫിക്കേഷൻ, നാച്ചുറൽ പ്രോഡക്ട്സിന് മാത്രം കിട്ടുന്ന സർട്ടിഫിക്കേഷൻ ആണ്. അതുപോലെ തന്നെ ക്രസന്റ് ഹലാൽ സർട്ടിഫിക്കേഷൻ, ഇസ്ലാമിക് സൊസൈറ്റി ഓഫ് കാലിഫോർണിയയുടെ സർട്ടിഫിക്കേഷൻ, അതേപോലെ കോഷർ റേറ്റിംഗ്, ഇന്റർനാഷണൽ അലോ സയൻസ് കൗൺസിലിന്റെ സർട്ടിഫിക്കേഷൻ, അങ്ങനെ നിരവധി സർട്ടിഫിക്കേഷൻ ആണ് ഫോറെവറിന്റെ ഉൽപ്പന്നങ്ങൾക്കുള്ളത്. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ഇൻ ദ വേൾഡ് ആണ് ഫോറെവർ തരുന്നത്. അതുകൊണ്ട് തന്നെ ബിസിനസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ടും, അല്ലെങ്കിൽ അത് മറ്റ് ആളുകളിലേക്ക് ആ ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്നതിലൂടെ വലിയ രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതിന്റെ കാരണം, അത് നമുക്ക് ഇവിടെ നമ്മളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ലോകം മുഴുവനും ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നത് ഇതേപോലുള്ള ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷനും ക്വാളിറ്റിയും പ്യൂരിറ്റിയും ഉള്ള, ലോകം മുഴുവനും അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് റേഞ്ചും ആണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നിയമങ്ങൾ ശക്തമായ രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ജർമ്മനി, ഓസ്ട്രേലിയ, ഇസ്രായേൽ, സൗദി അറേബ്യ, ജപ്പാൻ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ഈ ഉൽപ്പന്നങ്ങൾ പോകുമ്പോൾ, അല്ലെങ്കിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഈ ബിസിനസ് നടക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇത്രയും ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങളാണ്. ഈ രാജ്യങ്ങളിലൊക്കെ ബിസിനസ് നടക്കുകയാണെങ്കിൽ ലോകത്ത് എവിടെയും ബിസിനസ് ചെയ്യാൻ പറ്റും. കാരണം അത്രയും നിയമങ്ങൾ ശക്തമാണ് അവിടെ. ഫോറെവറിന്റെ പ്രോഡക്റ്റുകൾ എല്ലാം ടോപ്പ് ക്വാളിറ്റി, നാച്ചുറൽ, GMO ഫ്രീ ഇൻഗ്രീഡിയൻസ് ആൻഡ് സയന്റിഫിക്കലി വാലിഡേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ്സ് ഒന്നും ഇതിൽ യൂസ് ചെയ്യുന്നില്ല. എല്ലാം നാച്ചുറൽ ആയിട്ടുള്ളതാണ്. സ്റ്റെബിലൈസേഷൻ പ്രോസസ്സ് പാറ്റന്റഡ് ആണ്. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫെർട്ടിലൈസറോ പെസ്റ്റിസൈഡ്സോ ഒന്നും ഉപയോഗിക്കുന്നില്ല. വളരെ ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആണ് ഇതിന്റെ
സയൻസ് കൗൺസിലും R&Dയിലൊക്കെ ഉള്ളത് ഓരോ വർഷവും വേൾഡിലേക്ക് ഏറ്റവും ബെസ്റ്റ് വെൽനസ് പ്രോഡക്ട്സുകൾ, അതായത് ഹെൽത്തിനും ബ്യൂട്ടിക്കും പറ്റിയ ഏറ്റവും ബെസ്റ്റ് നാച്ചുറൽ പ്രോഡക്ട്സുകൾ ഓരോ വർഷവും കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ സർട്ടിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കൺസ്യൂമർ എന്നുള്ള ലെവലിലാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നമ്മളുടെ ആരോഗ്യത്തിനും വെൽനെസ്സിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏറ്റവും ബെസ്റ്റ് അല്ലേ. നമ്മളെപ്പോഴും നമ്മളുടെ മക്കൾക്കും എല്ലാം കൊടുക്കേണ്ട ഏറ്റവും നല്ലതല്ലേ കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ. മോശമായിട്ടുള്ള കൊടുക്കാൻ നമ്മൾ എപ്പോഴെങ്കിലും ആഗ്രഹിക്കാറുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നമ്മളുടെ മക്കൾക്കും എല്ലാം നമുക്ക് വളരെ ഇതായിട്ട് അവർക്കൊക്കെ നല്ലത് കൊടുക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഏറ്റവും ബെസ്റ്റ് ഇൻ ദ വേൾഡ് ഫോർവേഡ് തരുന്നു. പിന്നെ ബിസിനസ് നമുക്ക് ആരുടെ അടുത്ത് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യും, എത്ര ഹയർ ലെവലിലുള്ള ആളുകൾക്കും നമുക്ക്, എത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ളത് ഏത് ലെവലിലുള്ള ആളുകൾക്കും നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. വളരെ സാധാരണക്കാർക്കും പറ്റുന്ന രീതിയിലുള്ള പ്രോഡക്ട്സുകളാണ് എല്ലാവർക്കും. വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് ആണ് ഫോർ എവർ എന്നുള്ളത്. അതിൽ ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ്, വെയിറ്റ് മാനേജ്മെന്റ്, പേഴ്സണൽ കെയർ, സ്കിൻ കെയർ, എനർജി, വൈറ്റാലിറ്റി, ഇത് പെർഫോമൻസ്, ഇതിനൊക്കെ പറ്റുന്ന റേഞ്ച് ഓഫ് പ്രോഡക്ട്സുകൾ ഫോർ എവറിലുണ്ട്. നിരവധി അവാർഡുകൾ ഫോർ എവറിന്റെ ഉൽപ്പന്നങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ബ്യൂട്ടി അവാർഡ്സ് ലണ്ടൻ 2020, സിൽവർ വിന്നർ ഗ്ലോബൽ ഗ്രീൻ ബ്യൂട്ടി അവാർഡ്സ്, ഗ്രീൻ പാരന്റ് നാഷണൽ ബ്യൂട്ടി അവാർഡ്സ്, അങ്ങനെ നിരവധി അവാർഡുകളാണ് ഫോർ എവറിന്റെ സ്കിൻ കെയറിലാണെങ്കിലും ഹെൽത്ത് കെയറിലും എല്ലാം ഉള്ള ഉൽപ്പന്നങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. പ്രോഡക്ട്സ് ഫോർ എവറി ലൈഫ് സ്റ്റൈൽ, എല്ലാ തരത്തിലുള്ള ആളുകൾക്കും നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന, ഉപയോഗിക്കാൻ പറ്റുന്ന റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ആണ് ഫോർ എവറിലുള്ളത്. അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ലുക്ക് ബെറ്റർ, ഫീൽ ബെറ്റർ. നല്ല ആരോഗ്യവും സൗന്ദര്യം ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഫോർ എവർ ഏറ്റവും ബെസ്റ്റ് ആണ്, അല്ലെങ്കിൽ യാതൊരു തർക്കമില്ല. നമ്പർ 1. ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അതിനുള്ളൊരു നിരവധി പ്രോഡക്ട്സുകൾ ഫോർ എവറിലുണ്ട്. ജോയിന്റ് ഹെൽത്തിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നിരവധി പ്രോഡക്ട്സുകളുണ്ട്. ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള നിരവധി പ്രോഡക്ട്സുകളുണ്ട്. അതേപോലെ ഡൈജസ്റ്റീവ് ഹെൽത്തിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള നിരവധി പ്രോഡക്റ്റുകളുണ്ട്. സ്കിൻ ഹെൽത്തിനെ സംബന്ധിച്ച് അത് ധാരാളം പ്രോഡക്ട്സുകളുണ്ട്. ഹെയർ ഹെൽത്തിനെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു എല്ലാവർക്കും ആവശ്യമുള്ള പ്രോഡക്റ്റുകളാണ്. ഇന്ന് കോമൺലി എല്ലാവർക്കും വേണ്ട ഇതാണ്. ദെൻ വെയിറ്റ് മാനേജ്മെന്റ്, അമിതവണ്ണം കുറയ്ക്കാനും, അതല്ലെങ്കിൽ തീരെ മെലിഞ്ഞ ആളുകളെ സംബന്ധിച്ച് അവർക്ക് ശരീരം ഒന്ന് ബെറ്റർ ആവണമെന്ന്, ശരീര പുഷ്ടിക്കും ആ ഒരു വെയിറ്റ് മാനേജ്മെന്റ് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ഉണ്ട്. എനർജി, വൈറ്റാലിറ്റിക്കുള്ള പ്രോഡക്റ്റുകളുണ്ട്. പെർഫോമൻസ് അല്ലെങ്കിൽ ഇപ്പോൾ ബോഡി ബിൽഡിങ്, അതേപോലെ തന്നെ മറ്റുള്ള മാർഷൽ ആർട്സ്, സ്പോർട്സ്, ഈ മേഖലയിൽ. പിന്നെ അത് മാത്രമല്ല, നമുക്കിപ്പോൾ ഇന്ന് എല്ലാവർക്കും എനർജി വേണം അല്ലേ. എല്ലാവർക്കും വൈറ്റാലിറ്റി, എനർജിക്ക് എല്ലാവർക്കും ആവശ്യമാണ്. ഇപ്പൊ ആളുകളൊക്കെ വളരെ ടയേർഡാണ്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഈ പ്രൊഡക്ട്സിന്റെ മാർക്കറ്റ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആണ്. പ്രോസ്റ്റേറ്റ് ഹെൽത്ത്, പുരുഷന്മാരെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഏജ്ഡ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചൊക്കെ ഉള്ള ഒരു ഇതാണ്. പ്രോസ്റ്റേറ്റ് സംബന്ധിച്ച് പല പ്രശ്നങ്ങളും വരും. അപ്പോൾ പ്രോസ്റ്റേറ്റ് ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന സപ്ലിമെന്റ്സ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് അത് ആ ഒരു ഇഷ്യൂലേക്ക് വരാതിരിക്കാനും, വന്നിട്ടുള്ളവരെ സംബന്ധിച്ച് തിരിച്ച് ബെറ്റർ ഹെൽത്തിലേക്ക് വരാനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന സപ്ലിമെന്റ്സുകളുണ്ട്. ഹൈ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിപ്പോ ഒരു ഡിജിറ്റൽ വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. ഡിജിറ്റൽ ഡിവൈസ് യൂസ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടാവും? കൊച്ചു കുട്ടികൾ വരെ ഡിജിറ്റൽ ഡിവൈസ് യൂസ് ചെയ്യണം അല്ലേ. മൊബൈൽ ഫോൺ ഇല്ലാതെ ഒരു കാര്യം നടക്കാത്ത ഇതിൽ കുട്ടികൾക്ക് ഇപ്പൊ കളിപ്പാട്ടമൊക്കെ എന്താണ്, മൊബൈലാണ്. അതിൻ്റെ ഒരു ദോഷമൊന്നും ആരും അത്ര കൺസിഡർ ചെയ്യുന്നില്ല. ലാപ്ടോപ്പും കമ്പ്യൂട്ടറും എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ ഉള്ള ബ്ലൂ റൈസ് ഒക്കെ നമുക്ക് വലിയ രീതിയിൽ ഐ ഹെൽത്തിനെ ബാധിക്കും. അപ്പൊ അതിനെയൊക്കെ നമുക്ക് പോഷകാഹാരം കഴിക്കുന്നതിലൂടെ നല്ല ആരോഗ്യം, ഐ ഹെൽത്ത് ബെറ്റർ ആവാനും, ക്ലാരിറ്റി, വിഷൻ ക്ലാരിറ്റിക്കും ഒക്കെ വളരെ നല്ലതാണ്. ഹെൽത്തി ആയിട്ടുള്ള വിഷനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അത് ഒക്കെ നമുക്ക് വലിയ രീതിയിൽ നമ്മളുടെ ലൈഫിൽ തന്നെ ആദ്യം നമ്മൾ ഉപയോഗിച്ച് നമ്മളുടെ ഫാമിലിയിൽ ആദ്യം വെൽനസ് വരികയും പിന്നെ വെൽനസ് നമുക്ക് ചുറ്റുപാടുള്ളവർക്ക് അത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യാം. ബോൺ ഹെൽത്ത്, ബോൺ ഡെൻസിറ്റി ഒക്കെ വളരെ കുറവാണ്. കാരണം നമ്മൾ ഈ അസിഡിക് ഫുഡുകളാണ് കൂടുതൽ കഴിക്കുന്നത്. ആൽക്കലൈൻ ഫുഡ് കഴിക്കുന്നത് തീരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബോൺ ഡെൻസിറ്റി, ബോൺ ഹെൽത്ത് ഒക്കെ വലിയ പ്രശ്നങ്ങളാണ്. അപ്പൊ അതിനൊക്കെ എന്തായാലും നമുക്ക് നല്ല രീതിയിലുള്ള സപ്ലിമെന്റ്സ്, അതേപോലെ തന്നെ മിനറൽസ്, വൈറ്റമിൻസ് എല്ലാം കഴിക്കുന്നത്
വളരെ നല്ലതാണ്. ഒരു ഉൽപ്പന്നം കഴിക്കാൻ നമുക്ക് ഒരു കാര്യത്തിൽ മാത്രമല്ല, നിരവധി ബെനിഫിറ്റ്സ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ജനറൽ വെൽനെസ് സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും നല്ല ആരോഗ്യത്തോടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് അതിനുള്ള പ്രോഡക്ട്സുകൾ, അങ്ങനെ നിരവധി പ്രോഡക്ട്സുകളാണ്. ഫോർഎവർ ഈസ് ഫോർ എവറി വൺ. ദ ഓപ്ഷൻസ് ആർ എൻഡ്ലെസ്. നിരവധി ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഓരോ വ്യക്തികളുടെ നീഡ് അനുസരിച്ചിട്ട് ചില ആളുകളെ സംബന്ധിച്ച് ലുക്ക് ആൻഡ് ഫീൽ ബെറ്റർ, അതായിരിക്കും അവരെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇമ്പോർട്ടൻസ് അത് തന്നെയായിരിക്കും. നല്ല ആരോഗ്യവും സൗന്ദര്യവും ഇഷ്ടപ്പെടാത്തത് ആഗ്രഹിക്കാത്തവർ ആരാ ഉള്ളത്? എല്ലാവർക്കും ബെറ്റർ ഹെൽത്ത് വേണം. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് ഫോർഎവർ നല്ല ഓപ്ഷനാണ്. ഫോർഎവറിൽ ഫ്രീ ആയിട്ടൊരു മെമ്പർഷിപ്പ് കിട്ടും. അവർക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ ഡിസ്കൗണ്ടിൽ വാങ്ങിക്കാം. അത് വേൾഡിൽ എവിടെ യാത്ര ചെയ്ത് കഴിഞ്ഞാലും അവിടെ എല്ലാം അവര് കമ്പനിയുടെ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ കമ്പനിയുടെ ഷോറൂമിൽ പോയിട്ട് ഡയറക്റ്റ്ലി പർച്ചേസ് ചെയ്യാം വേൾഡ് വൈഡ്. ഒരു ലൈഫ് ടൈം മെമ്പർഷിപ്പാണ് ഇതിൽ ലഭിക്കുന്നത്. അത് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. അതിനൊരു രജിസ്ട്രേഷൻ ഫീയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഇതിൽ. ഇനി ഷെയർ ദ പ്രോഡക്റ്റ്. നല്ല ക്വാളിറ്റി പ്രോഡക്ട്സുകൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടാവും. അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ പലരും തെറ്റിയിരിക്കുക എന്ന് പറയുന്നത് ഒരു ഷോപ്പ് എടുത്ത് ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യുക, അതൊന്നും ചെയ്യണ്ട. കമ്പനി എല്ലാം സ്റ്റോക്ക് ചെയ്തോളും. നമ്മൾക്ക് നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് ലോകം മുഴുവനും റീറ്റെയിൽ ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഓഫ്ലൈനായിട്ടും ചെയ്യാൻ പറ്റും, ഓൺലൈനായിട്ടും ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നതിലൂടെ ഒരു എക്സ്ട്രാ ഇൻകം ഏൺ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളെ സംബന്ധിച്ച് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഫോർവേഡ്. 25% മുതൽ 48% വരെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇതിൽ. നമ്മളുടെ ഓരോ റെക്കമെൻഡേഷനും നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അവർ പിന്നീട് പർച്ചേസ് ചെയ്യുമ്പോഴും നമുക്ക് അതിൻ്റെ ഒരു പ്രോഫിറ്റ് കിട്ടുന്ന സിസ്റ്റം ഉണ്ട് ഇതിൽ. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ, വലിയൊരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്നതിലൂടെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആളുകളെ, നമ്മളെപ്പോലെ ഒരു എക്സ്ട്രാ ഇൻകം ആവശ്യമുള്ള ആളുകൾ, അല്ലെങ്കിൽ വലിയ സ്വപ്നങ്ങളുള്ള ആളുകൾ, ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളെയൊക്കെ നമുക്ക് ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഈ കമ്മ്യൂണിറ്റിയിൽ വന്ന് അവർ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നവരും പ്രൊഡക്റ്റ് ഷെയർ ചെയ്യുന്നവരും അതേപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുന്നവരായിട്ട് മാറുകയും അതിലൂടെ അവരുടെ വലിയ രീതിയിലുള്ള സ്വപ്നങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഫോർവേഡ്. ഞാൻ ആ മൂന്നാമത്തെ കാറ്റഗറിയിൽ വന്ന ആളാണ്. ഞാനിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ജസ്റ്റ് ഉപയോഗിക്കാൻ വേണ്ടി വന്ന ആളല്ല, ഞാൻ പ്രൊഡക്റ്റ് റീറ്റെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ആളുമല്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫിൽ നിരവധി പ്രോബ്ലംസ്, ചലഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു സൊല്യൂഷൻ വേണം. ഫൈനാൻഷ്യലി കുറച്ച് ബെറ്റർ ആവണം. അതായത് വലിയ ക്രൈസിസിലായിരുന്നു ഞാൻ. ട്രഡീഷണൽ ബിസിനസ് ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ ലയബിലിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ലയബിലിറ്റി ഇല്ലാതെ മനസ്സമാധാനത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഡ്രീം ആയിരുന്നത്. അപ്പോൾ അതൊക്കെ എനിക്ക് ഇതിലൂടെ സാധ്യമായി എന്നുള്ളതാണ്. അതിന് കാരണം എൻ്റെ കഴിവുകൊണ്ടല്ല, ഈ ഓപ്പർച്യൂണിറ്റിയുടെ ഒരു പൊട്ടൻഷ്യൽ അതാണ്. അതിൻ്റെ സിസ്റ്റം അതേപോലെ തന്നെ ഫോളോ ചെയ്യും. ആ രീതിയിൽ വന്നിട്ട് വലിയ മാറ്റങ്ങൾ ലൈഫിലുണ്ടായി. ഇപ്പോൾ ലയബിലിറ്റീസ് ക്ലിയർ ചെയ്യുക മാത്രമല്ല, ഇന്ന് നിരവധി ആളുകളുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് നേരിട്ടും നേരിട്ടല്ലാതെയും ഡയറക്റ്റും ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ സാധിക്കുന്നു. അത് മൂലം കിട്ടുന്ന ഒരു ദൈവാനുഗ്രഹവും ബ്ലെസ്സിങ്സും അത് വലിയ കാര്യം തന്നെയാണ്. ഇന്ന് ആയിരക്കണക്കിന് ആളുകളാണ് കേരളത്തിൽ വലിയ രീതിയിൽ ഹെൽത്ത് സംബന്ധിച്ചാണെങ്കിലും സാമ്പത്തികപരമായിട്ടൊക്കെ വലിയ മാറ്റങ്ങൾ വന്നിട്ടുള്ള ആളുകൾ നിരവധി ആളുകളാണ്. ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഫോർവേഡ്. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഓപ്റ്റ് ചെയ്യുന്നു? വൈ? നമ്മുടെ വൈ, വാട്ട് ഈസ് യുവർ വൈ? നമ്മുടെ ഓരോരുത്തരുടെ വൈ ഡിഫറെൻ്റ് ആയിരിക്കും. ചിലരെ സംബന്ധിച്ച് ബെറ്റർ ഹെൽത്ത് ആയിരിക്കും, ചിലരെ സംബന്ധിച്ച് ഡ്രീം കാർ വാങ്ങിക്കണമെന്നുള്ള, അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ ഒരു നല്ല കാറ്, അല്ലെങ്കിൽ പലരും സ്വപ്നങ്ങൾ വലുതായിരിക്കും. അപ്പൊ പലപ്പോഴും സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഡ്രീംസ് ഒക്കെ കാണുമെങ്കിലും റിയാലിറ്റി ആയിട്ട് മാച്ച് ആവാതെ നമ്മൾ ശരിക്കും റിയാലിറ്റിയിലേക്ക് വരും എന്നുണ്ടെങ്കിൽ ഉള്ളതിൽ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ ഇവിടെ നമുക്ക് ഡ്രീംസ് കാണാനും അതൊക്കെ ആ കാണുന്ന ഡ്രീംസിലേക്ക് നമ്മുടെ ലൈഫിൽ അച്ചീവ് ചെയ്യിക്കാനൊക്കെ സാധിക്കുന്ന ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ അവിടെ എല്ലാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അതിന്റെ പിന്നിൽ ഒരു ഹാർഡ് വർക്ക് ഉണ്ട്, വെറുതെ അല്ല. നല്ല ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും, അവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അല്ലെങ്കിൽ ഒരു പാസീവ് ഇൻകം ആഗ്രഹിക്കുന്ന ആളുകൾ,
പേഴ്സണൽ ഡെവലപ്മെന്റ് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു നല്ല കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവുകയും അതിലൂടെ ഒരു ബെറ്റർ ഹ്യൂമൻ ബീയിങ് ആവാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഫോറവർ ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഫൈനാൻഷ്യൽ ഫ്രീഡം ആഗ്രഹിക്കുന്ന ആൾക്കാർ, അവർക്ക് അതിനുള്ള സാധ്യതകളുണ്ട് ഇതിൽ. ലൈക്ക് ട്രാവൽ അറൌണ്ട് ദ വേൾഡ്, ലോകം മുഴുവൻ യാത്ര ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഫോറവറിലുണ്ട്. അപ്പൊ നമ്മളുടെ വൈ എന്താണ്? വാട്ട് ഈസ് യുവർ വൈ? വൈ ക്ലിയർ ആണെങ്കിൽ ഹൗ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നുള്ളതാണ്. വൈ ക്ലിയർ ആയിരിക്കുക എന്നുള്ളതാണ്. ഫോറവർ ലിവിങ് പ്രോഡക്ട്സിൽ സൈൻ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഓൺലൈനിൽ നിങ്ങൾ ജസ്റ്റ് ഫ്രീ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്സ് ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കും. സിമ്പിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് സിസ്റ്റം ആണത്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക്കലി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് അത് സിമ്പിൾ ആവുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് യൂസ് ദ പ്രോഡക്ട്സ്, ബിക്കം യുവർ ഓൺ ബെസ്റ്റ് കസ്റ്റമർ. നമ്മളൊരു ബെസ്റ്റ് കസ്റ്റമർ ആവുക. നമ്മൾ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ അതിന്റെ ഒരു ബെനിഫിറ്റ്സ് ഒക്കെ എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നതിലൂടെ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിന് പ്രത്യേകിച്ച് വേറെ റിസ്ക് ഒന്നുമില്ല. നമ്മൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു ബ്രാൻഡുകളൊന്നും മാറിയാൽ മതി. ഫോറവറിൽ നിരവധി ഉൽപ്പന്നങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾ ആദ്യം തന്നെ സപ്ലിമെന്റ്സ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഏതാണ് ആവശ്യമുള്ളത്. ഇപ്പൊ നിങ്ങൾ എന്തായാലും ഒരു ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നുണ്ടാവും. ഫോറവറിന്റെ ബ്രൈറ്റ് ടൂത്ത് ജെൽ എന്ന് പറഞ്ഞാൽ വേൾഡിൽ നമ്പർ 1 ടൂത്ത് ജെല്ലാണ്. വളരെ എക്കണോമിക്കലി ആണ്, വളരെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. ഈ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ, അല്ലെങ്കിൽ ആ ടൂത്ത് ജെല്ല്, ഷാംപൂ, കണ്ടീഷണർ, ഡിയോഡറന്റ്, പെർഫ്യൂം, അലോ ലിപ്സ്, അങ്ങനെ തുടങ്ങി ലിപ് കെയർ, അങ്ങനെ നിരവധി പ്രോഡക്റ്റുകളുണ്ട്. പേഴ്സണൽ കെയർ, സ്കിൻ കെയർ. നിങ്ങൾക്ക് ഏതാണോ സൂട്ടബിൾ ആയിട്ടുള്ളത് നിങ്ങൾ ഇൻട്രൊഡ്യൂസർ ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ നീഡ് അനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റുകൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട്, അപ്പൊ അതിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ബിക്കം യുവർ ഓൺ ബെസ്റ്റ് കസ്റ്റമർ. നമ്മളൊരു ബെസ്റ്റ് കസ്റ്റമർ ആവുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തത് ഷെയർ ദ പ്രോഡക്ട്സ്, ടോക്ക് ടു പീപ്പിൾ അബൌട്ട് ദ ബെനിഫിറ്റ്സ് ആൻഡ് യുവർ എക്സ്പീരിയൻസ്. നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, നിങ്ങളുടെ കോണ്ടാക്ട്സിലുള്ള ആളുകൾ ആരൊക്കെയാണോ അവരവിടെ എല്ലാം നിങ്ങൾക്ക് ഈ ഉൽപ്പന്നങ്ങളുടെ ബെനിഫിറ്റ്സ് പറയാനായിട്ട് ഒരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഉപയോഗിച്ച എക്സ്പീരിയൻസ് പറയുക, പ്രോഡക്റ്റിന്റെ മറ്റു ഫീച്ചേഴ്സും ബെനിഫിറ്റ്സും അവരോട് പറയുക, ഷെയർ ചെയ്യുക. ഒരിക്കലും ഇതൊരു പ്രോഡക്റ്റ് വിൽപ്പനയല്ല. നിങ്ങൾ ഒരു ബാഗിൽ കുറച്ച് പ്രോഡക്റ്റ് ആയിട്ട് പോയിട്ട് വിൽപ്പന ആണെന്ന് വിചാരിക്കരുത്. അങ്ങനെയല്ല. നിങ്ങൾ ഉപയോഗിച്ച ഉൽപ്പന്നങ്ങളുടെ ബെനിഫിറ്റ്സ് മറ്റുള്ളവരോട് ജസ്റ്റ് ഷെയർ ചെയ്യുക. അത് നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ ഷെയർ ചെയ്യാം, ഡയറക്ട്ലി അവരോട് സംസാരിക്കാം, ടെലിഫോണിക്കിൽ സംസാരിക്കാം, ചെറിയ ചെറിയ ഗ്യാതറിങ്സ് അറേഞ്ച് ചെയ്തിട്ട് അവിടെ നിങ്ങൾക്ക് ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം, അവരോട് ഷെയർ ചെയ്യാം. അത് നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ ഷെയർ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യാം. കാരണം നമ്മുടെ ചുറ്റുപാട് ആവശ്യക്കാരുണ്ട്. ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള, ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള, എക്സ്ട്രാ ഇൻകം ആവശ്യമുള്ള നിരവധി ആളുകളുണ്ട്. അപ്പൊ നമുക്ക് പ്രോഡക്റ്റുകൾ ആദ്യം ഒന്ന് ഷെയർ ചെയ്യാം. അപ്പൊ അവർക്ക് നമ്മളുടെ റെക്കമെൻഡേഷൻ, അവർ തീർച്ചയായിട്ടും നമ്മളുടെ ഫ്രണ്ട്സ് ആയാലും റിലേറ്റീവ്സ് ആണെങ്കിലും നമ്മുടെ കോൺടാക്ട്സിലുള്ള ആൾക്കാർ നമ്മൾ ഉപയോഗിച്ചിട്ട് പറയുന്ന ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ അതിന്റെ എക്സ്പീരിയൻസ് അവർക്കത് വിശ്വാസ യോഗ്യമാവും. ഇപ്പൊ നമ്മൾ സാധാരണ ഇപ്പൊ ഒരു മൂവി കണ്ടു കഴിഞ്ഞാൽ പറയില്ലേ നല്ല മൂവിയാണെന്ന് മറ്റുള്ളവരോട് പറയില്ലേ? അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ഷെയർ ചെയ്യും. നല്ല റെസ്റ്റോറൻ്റ് ആണ്, നല്ല ഫുഡാണ്. അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽ ആണെങ്കിൽ തന്നെ അവിടെ നല്ല സെലക്ഷൻ ആണ്, അതാണെന്ന് നമ്മൾ പറയില്ല. അതേപോലെ തന്നെ ജസ്റ്റ് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. അപ്പൊ അതിൽ തൽപരരായിട്ടുള്ള ആൾക്കാർ പ്രൊഡക്റ്റ് വാങ്ങിക്കും, ഉപയോഗിക്കും. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഗ്യാരണ്ടിയാണ്. കാരണം ഏറ്റവും ബെസ്റ്റ് ഇൻ ദ വേൾഡ് ആണ് ഫോർവേഡ് തരുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബിൽഡ് എ ടീം, ടോക്ക് ടു പീപ്പിൾ അബൌട്ട് ദ ഓപ്പർച്യൂണിറ്റി. ഈ ഓപ്പർച്യൂണിറ്റി എന്താണെന്നുള്ളത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക. അതിലൂടെ നമുക്ക് കുറച്ച് ബിസിനസ് പാർട്ട്നേഴ്സിനെ, ഒരു 5 പേരെങ്കിലും നമ്മളെ പോലെ പ്രവർത്തിക്കാൻ പറ്റുന്ന 5 പേരെ, ഫൈൻഡ് യുവർ 5 കീ പീപ്പിൾ. നെക്സ്റ്റ്, കോച്ച് യുവർ ടീം. നമ്മളിപ്പോൾ ആദ്യം ചെയ്ത് പ്രൊഡക്റ്റ് ഉപയോഗിച്ചു, പ്രൊഡക്റ്റ് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നു, ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുന്നു. ഇത് തന്നെ നമ്മുടെ ടീമിലുള്ള ആളുകളെ പഠിപ്പിക്കുക. ഇത് കഴിഞ്ഞ 47 വർഷമായിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് വേൾഡ് വൈഡ് നടക്കുന്ന ഒരു സിസ്റ്റമാണ്.
ഞാൻ കഴിഞ്ഞ 13 വർഷവും 7 മാസമായിട്ട് ഈ സിസ്റ്റം അതേപോലെ ഫോളോ ചെയ്യുന്നു. എൻ്റെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലോകം മുഴുവനും ഇത് ഫോളോ ചെയ്യുന്ന ആളുകളുടെ ലൈഫിൽ വലിയ ചേഞ്ചസ് ആണുള്ളത്. നിരവധി ആളുകൾ കേരളത്തിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഈ ബിസിനസ് ചെയ്യുന്നുണ്ട്. അവരെല്ലാം ഫോളോ ചെയ്യുന്നത് ഈ സിസ്റ്റമാണ്. ഇത് പ്രൂവൻ സിസ്റ്റമാണ്. ജസ്റ്റ് ഫോളോ ചെയ്താൽ മതി. വാട്ട് ഈസ് നെക്സ്റ്റ്? വെദർ യു വാണ്ട് ബെറ്റർ ഹെൽത്ത് ഓർ എ ബെറ്റർ ലൈഫ് സ്റ്റൈൽ, ഫോറെവർ ലിവിംഗ് ഹാസ് ദ പ്രോഡക്ട്സ് ആൻഡ് ദ ഓപ്പർച്യൂണിറ്റി. ബെറ്റർ ഹെൽത്തിനുള്ള പ്രോഡക്ട്സും ബെറ്റർ ലൈഫ് സ്റ്റൈലിനുള്ള ഓപ്പർച്യൂണിറ്റി ഫോറെവർ തരുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾക്ക് ചൂസ് ചെയ്യാം.